Hi all. In previous class we discussed what is data, database, DBMS and the type of data, the purpose of database in DBMS. Now we will discuss the main characteristics of database. So this is very important topic and it is repeatedly asked questions in the university question paper. So there are mainly 4 main characteristics of database. First one is the self-describing nature of database system. Next is the insulation between programs and data abstraction. Third one is the support of multiple views of the data. Fourth characteristic is the sharing of data and multiple user transaction processing. So we can go to one by one. First main characteristics of database system is the self-describing nature of a database system. Database system contains not only the database itself, but also a complete definition or description of the database structure and constraints. ഇപ്പോൾ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഡാറ്റാസ് മാത്രമല്ല അതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, അതല്ലാതെ അതിലുള്ള ആട്രിബ്യൂട്ട്സുകൾ, അതിൻ്റെ ഡാറ്റ ടൈപ്സുകൾ, അതിൽ വരുന്ന കൺസ്ട്രെയിൻസുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഡാറ്റാബേസ് സ്ട്രക്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ് എടുത്തപ്പോൾ അവിടെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, റോൾ നമ്പർ, അത് അവരുടെ അഡ്രസ്സ്, ഇതൊക്കെ അതിൽ വരുന്ന ആട്രിബ്യൂട്ട്സുകളാണ്. അതേപോലെ അതിൻ്റെ ഓരോ ഡാറ്റ ടൈപ്സും അതിൽ വരുന്ന കൺസ്ട്രെയിൻസും, ഇത്തരത്തിലുള്ള ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു DBMS കാറ്റലോഗ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാറ്റലോഗിലേക്കായിരിക്കും. സോ ദിസ് ഡെഫിനേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ DBMS കാറ്റലോഗ്. ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഇൻ ദി കാറ്റലോഗ് ഈസ് കോൾഡ് മെറ്റാഡാറ്റ. സോ ഈ DBMS കാറ്റലോഗിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് പ്രൈമറി ഡാറ്റാബേസ്. സോ ദിസ് ഈസ് ദ self-describing nature of database system. Here you can see the relations in the sense database or tables. Here student, course, session, grade report, prerequisites are the different databases. So in this different databases, each database have a number of columns. Student database have 4 columns. Here in the columns in student table you can see name, student number, class, major are the different column name or attributes, and each attribute have a data types. So these all informations are stored in DBMS catalog. Information stored in the DBMS catalog is called metadata. So next characteristic is insulation between programs and data abstraction. The structure of database is stored in the DBMS catalog separately from the access program. അപ്പോൾ നമ്മൾ പ്രോഗ്രാംസ് ആക്സസ് ചെയ്യുന്നുണ്ട് യൂസിങ് മെനി ഓപ്പറേഷൻസ്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്ന് പറയുന്ന ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് DBMS കാറ്റലോഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതൊരു ശരിക്കും ഒരു ഇൻസുലേഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഹിയർ ഇൻ സ്റ്റുഡൻറ്റ് DB you can see in this table roll number, name, marks are different columns or attributes. ഇവിടെ അതിന് കറസ്പോണ്ടിങ് റോൾ നമ്പേഴ്സും ആ റോൾ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റുഡൻറ്റ് അവരുടെ മാർക്സും നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ആഡ് ചെയ്യാമെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്താലും അതിന് മുന്നേ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റനെ ഒന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇഫ് വി വിഷ് ടു ആഡ് എ ന്യൂ ആട്രിബ്യൂട്ട് DOP we can do without affecting the data. So this is known as a program data independence. Users can define operations on the data. യൂസേഴ്സിന്
ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഡാറ്റാബേസിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, മോഡിഫിക്കേഷൻസ് വരുത്താം. സോ ദിസ് ഓപ്പറേഷൻസ് ഈസ് സ്പെസിഫൈഡ് ഇൻ 2 parts. First part is interface, second is implementation. The interface or signature of an operations includes operation name and the data types of its arguments. The implementation of the operation is specified separately and can be changed without affecting the interface. User application programs can operate on the data by invoking these operations through their names and arguments, regardless of how the operations are implemented. ഇവിടെ യൂസേഴ്സിന് പിന്നെ പ്രോഗ്രാംസ് എല്ലാം ഓപ്പറേഷൻസിലൂടെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിനെ പറ്റിയിട്ട് യൂസേഴ്സിന് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ടേംഡ് പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ്. ഇതിനെയാണ് നമ്മൾ പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് അലോ പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ് ഈസ് കോൾഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ 2 ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്. ഈ ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്, പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നു. തേർഡ് വൺ ഈസ് സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ. എ ഡാറ്റാബേസ് typically has many users. Each of whom may require a different perspectives or view of the database. A view may be a subset of database or it may contain virtual data that is derived from the database files but not explicitly stored. മൾട്ടിപ്പിൾ വ്യൂസ് ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്സിനനുസരിച്ചിട്ടായിരിക്കും യൂസേഴ്സിന് ഓരോ രീതിയിലുള്ള വ്യൂസ് ആയിരിക്കും ഇത് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാറ്റാബേസ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ് എടുക്കുമ്പോൾ ഇവിടെ റോൾ നമ്പർ, നെയിം, മാർക്സ്, ഇത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണല്ലേ. ഈ സ്റ്റുഡൻറ്റ് ഡാറ്റാബേസിൽ ഇപ്പോൾ സ്റ്റാഫിന് സ്റ്റുഡൻസിൻ്റെ നെയിം മാത്രം വിസിബിലിറ്റി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യൂ ചെയ്ത് വരുന്നത് അവരുടെ നെയിം മാത്രമായിരിക്കും. അതല്ല HODക്ക് ഇപ്പോൾ കാണേണ്ട വ്യൂ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് വിത്ത് ഹയസ്റ്റ് മാർക്കാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഡിസ്പ്ലേ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡാറ്റാസ് ചെയ്തിട്ട് വ്യൂസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ഡാറ്റാബേസിൽ നിന്നിട്ടും അത് വെർച്വലി നമുക്ക് വ്യൂ പ്രൊവൈഡ് ചെയ്ത് തരുന്ന രീതിയിലാണ് എന്ത് മൾട്ടിപ്പിൾ വ്യൂസ് നമുക്ക് ഓരോ യൂസേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ database typically has many users, each of whom may require a different perspective or view of database. So next characteristics of database approach is the sharing of data and multi-user transaction processing. The DBMS must include a concurrency control software. Concurrency control software in the sense multiple users concurrently at a time multiple users concurrent ആയിട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് to ensure several users trying to update the same data do so in controlled manner so that the result of the update is correct. അപ്പോൾ അത് ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു എയർലൈൻ റിസർവേഷൻ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ വെൻ സെവറൽ റിസർവേഷൻ ഏജൻറ്റ്സ് ട്രൈ ടു അസൈൻ എ സീറ്റ് ഓൺ എയർലൈൻ ഫ്ലൈറ്റ്, ദ DBMS ഷുഡ് എൻഷുർ ദാറ്റ് ഈച്ച് സീറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഓൺലി വൺ ഏജൻറ്റ് അറ്റ് എ ടൈം ഫോർ അസൈൻമെൻറ്റ് ടു പാസഞ്ചർ. DBMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കൺകറൻസി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ അറ്റ് എ ടൈമിൽ ഒന്നിലധികം ആളുകൾ ഇപ്പം എയർലൈൻ റിസർവേഷനിലാണെങ്കിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആരാണോ ഫസ്റ്റ് ബുക്ക് ചെയ്തത് അവർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതലുണ്ടാവുക. അപ്പോൾ 1 by 1 ആയിട്ട് തന്നെയായിരിക്കും അതിൻ്റെ
കൺട്രോള് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അതാണ് ഇവിടെ പറയുന്നത്. ടു എൻഷുർ എ സെവറൽ യൂസേഴ്സ് ട്രൈങ് ടു അപ്ഡേറ്റ് ദ സെയിം ഡാറ്റ ഡു സോ ഇൻ കൺട്രോൾഡ് മാനർ സോ ദാറ്റ് ദ റിസൾട്ട് ഓഫ് ദി അപ്ഡേറ്റ് ഈസ് കറക്റ്റ്. So these are the main characteristics of database approach. First one is self-describing nature of database system. Second is the insulation between programs and data abstraction. Third characteristic is support of multiple views of the data. Fourth one, sharing of data and multi-user transaction processing.